മലയാളികൾക്കത്ര പരിചയപ്പെടുത്തലൊന്നും ആവശ്യമില്ലാത്ത നടിയാണ് വീണ നായർ. സിനിമകളിലും പരമ്പരകളിലൂടെയുമെല്ലാം അഭിനയിച്ച് വീണ സ്വന്തമായൊരു ഇടം കണ്ടെത്തിയത്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് താരം പങ്കുവയ്ക്കുന്ന വീഡിയോകളും റീലുകളുമെല്ലാം ശ്രദ്ധ നേടാറുണ്ട്. ഇപ്പോഴിതാ വീണ പങ്കുവച്ച പുതിയൊരു പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത്. ചിരിച്ച് നൃത്തം ചെയ്യുന്ന തന്റെ വീഡിയോയാണ് ഇപ്പോൾ വീണ പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോ ഇപ്പോൾ ശ്രദ്ധേയമായി കഴിഞ്ഞിരിക്കുകയാണ്. നിരവധി കമന്റുകളും ഇതിന് എത്തുന്നുണ്ട്. വീഡിയോയിലെ ക്യാപ്ഷനും ശ്രദ്ധേയമാണ്. എന്റെ ചിരി കാക്കാൻ തുണയായി ഞാൻ മതി, സന്തോഷ ജീവിതം, നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ്, മറ്റാർക്കും അതിൽ നൽകരുത്, എന്നും സന്തോഷമായിരിക്കുക, ഇത് ചെറിയൊരു ജീവിതമാണ് എന്നാണ് വീണ കുറിച്ചിരിക്കുന്നത്. നിരവധി പേരാണ് താരത്തിന്റെ വീഡിയോയ്ക്ക് കയ്യടി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതിനിടെ ചിലർ വീണയെ പരിഹസിക്കാനും മുതിരുന്നുണ്ട്. വീഡിയോയിൽ ധരിച്ചിരിക്കുന്ന വീണയുടെ വസ്ത്രമാണ് ചിലരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അത്തരക്കാർക്ക് അർഹമായ മറുപടിയും വീണ നൽകുന്നുണ്ട്. ചേച്ചി പാന്റ് എന്ന് പറഞ്ഞ ആൾക്ക് വീണ നൽകിയ മറുപടി ഉണങ്ങാനിട്ടിരിക്കുന്നു എന്നായിരുന്നു. പിന്നാലെ ഇയാളുമായി കമന്റുകളിലൂടെ സമ്മതിക്കുന്നുണ്ട് വീണ. ഞാനൊരു കാര്യം പറയട്ടെ, ഒന്നും തോന്നരുത്. ഇതുപോലെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഇട്ട് പുറത്തിറങ്ങി നടന്നാൽ ഇതുപോലെ പറയുമോ? നോക്കൂ, നടിയെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ഇതിന് വീണ മറുപടി നൽകിയത് ഇങ്ങനെയായിരുന്നു: ഈ ഡ്രസ് ഇട്ടിട്ട് എന്നോട് ഇഷ്ടം പോകുന്നവർക്ക് പോകട്ടെ, നിങ്ങളുടെ വീട്ടിലല്ലല്ലോ ഇപ്പോൾ, സോ ഡോണ്ട് വെറി എന്നായിരുന്നു താരം പറഞ്ഞത്. ചേച്ചിക്ക് ചേരുന്ന ഡ്രസ്സ് ഇട്ടൂടെ എന്നായിരുന്നു മറ്റേയാളുടെ ചോദ്യം. ഇതിന് വീണ മറുപടി പറയുന്നത് ചേരുന്ന ഡ്രസ്സ് ഒന്ന് വീട്ടിൽ നിന്ന് അയക്കൂ എന്നായിരുന്നു. വിമർശനങ്ങൾക്കെതിരെ ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട്. അഭിനേത്രി എന്നതിലുപരി അവതാരികയും നർത്തകിയുമായാണ് മലയാളികൾക്ക് വീണയെ അറിയുന്നത്. ബിഗ് ബോസിലെ മലയാളം സീസൺ 2 മത്സരാർത്ഥിയായിരുന്നു വീണ. ഓൺ സ്ക്രീൻ പ്രകടനങ്ങൾ പോലെ തന്നെ വീണയുടെ ജീവിതവും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. വീണയും ഭർത്താവുമായി പിരിയുകയാണെന്ന് നേരത്തെ വാർത്തകൾ എത്തിയിട്ടുണ്ട്. എന്നാൽ തങ്ങൾ ഔദ്യോഗികമായി പിരിഞ്ഞിട്ടില്ലെന്നും പക്ഷേ പിരിഞ്ഞാണ് താമസിക്കുന്നുവെന്നുമാണ് ഇതിനെക്കുറിച്ച് ഈയിടെ വീണ തന്നെ വ്യക്തമാക്കിയത്. നിലവിൽ ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞാണ് താമസിക്കുന്നത്. 2 വർഷമായി മകനും ഞാനും ഒന്നിച്ച് കൊച്ചിയിലാണ് താമസിക്കുന്നത്. നിയമപരമായി ഞങ്ങൾ ഇതുവരെ വിവാഹമോചനം നേടിയിട്ടില്ല. പൂർണ്ണമായും ബന്ധം വേണ്ടെന്ന് വെച്ച് തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ലെന്നും വീണ പറയുന്നു. 2 വ്യക്തികൾ തമ്മിൽ തീരുമാനമെടുത്ത് ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ ഒരുമിച്ച് പോകും, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ തന്നെ താമസിക്കുമെന്നായിരുന്നു വീണ പറഞ്ഞിരുന്നത്. മകനെ ഒരിക്കലും വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അവനും ഞങ്ങൾക്കൊപ്പം തന്നെ ഹാപ്പിയായി ഇരിക്കുമെന്നാണ് വീണ പറയുന്നത്. കാത്തിടാ